ബി.ജെ.പി. നേതാവ് വി രാജേഷിനെതിരെ തലസ്ഥാനത്ത് പോസ്റ്റർ. തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം. രാജേഷിന്റെ സാമ്പത്തിക വളർച്ച അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. പ്രതികരണ വേദിയുടെ പേരിലുള്ള പോസ്റ്റർ. തീരുവ യുദ്ധത്തിനിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥ തല ചർച്ച ഡൽഹിയിൽ. യു.എസ്. ട്രേഡ് പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് പങ്കെടുക്കും. ചർച്ചയിൽ ഇന്ത്യ താരിഫ് ഇളവ് ആവശ്യപ്പെട്ടേക്കും. കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പിക്ക് ഇ.ഡി. ക്ലീൻ ചിറ്റ് നൽകിയത് ആയുധമാക്കാൻ സി.പി.എമ്മും കോൺഗ്രസും. ഇ.ഡി. രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കോൺഗ്രസ്. യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ഇ.ഡി. തയ്യാറായില്ലെന്ന് കെ സുധാകരൻ. ആശാ സമരത്തിനെതിരെ നിലപാട് ആവർത്തിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ്. സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണെന്നതിന് തെളിവുണ്ടെന്ന് R. ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട്. സെക്രട്ടേറിയറ്റ് നടയിലെ നിരാഹാര സമരം 7ാം ദിവസം. സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ജനസഭ. SSLC+2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ കർശന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ആഘോഷങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടണമെന്നും നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ അർജന്റീന. നേട്ടം യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെ ബ്രസീലിനെ തോൽപ്പിച്ചത് 1-4 ഗോളുകൾക്ക്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 11 11 റൺസ് ജയം. 42 പന്തിൽ 97 റൺസ് എടുത്ത് ശ്രേയസ് അയ്യർ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.